സ്നാനം അല്ലെങ്കിൽ ബാപ്റ്റിസം, ഈ ഒരു വിഷയം പലർക്കും വളരെയധികം പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഷയമാണ്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തിൽ, വിശുദ്ധ വേദഭാഗത്തിൽ സ്നാനത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്, എന്താണ് സ്നാനം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായി ശ്രമിക്കാം. സ്നാനം എന്നുള്ള വാക്കിൻ്റെ അതിൻ്റെ ഗ്രീക്ക് പദം, സ്നാനപ്പെടുത്തുക എന്നുള്ളതിൻ്റെ ഗ്രീക്ക് പദം ബാപ്റ്റിസോ എന്നുള്ള പദമാണ്. അതിൻ്റെ നൗൺ അല്ലെങ്കിൽ പേരായ വാക്ക് സ്നാനം എന്നുള്ള അർത്ഥം ബാപ്റ്റിസ്മ എന്നുള്ള പദമാണ്. ഈ ബാപ്റ്റിസോ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം ടു ഡിപ്പ് ഓർ ടു ഇമ്മേഴ്സ് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അതായത് മുക്കി വെക്കുക, മൂഴ്കുക എന്നുള്ളതാണ്. അതായത് പഴയ കാലങ്ങളിൽ ഒരു തുണി നെയ്തതിന് ശേഷം അതിന് നിറം കൊടുക്കുവാനായി, ചായം കൊടുക്കുവാനായി അതിനെ ചായം നിറമുള്ള ആ ലിക്വിഡിൽ മുക്കി വെക്കാറുണ്ട്. അതിനെ മുക്കി വെച്ചതിന് ശേഷം പുറത്തെടുക്കുമ്പോൾ ഏത് നിറത്തിലുള്ള ചായത്തിലാണോ മുക്കി വെച്ചത് ആ നിറത്തിലായിരിക്കും ആ തുണി പുറത്തു വരിക. ഈ സന്ദർഭത്തിലാണ് ഈ പദം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സ്നാനം, കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമെടുക്കുന്ന സ്നാനം, അതിനും ഇതേ സന്ദർഭത്തിലുള്ള ഒരർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലേക്ക് മാറുവാനുള്ള ഒന്നാണ് സ്നാനമെന്ന് പറയുന്നത്. നമുക്ക് പഴയ നിയമ കാലഘട്ടത്തിൽ ശുദ്ധീകരണ നിയമങ്ങൾ പലതും ദൈവം ഇസ്രായേൽ മക്കൾക്ക് മോശ മുഖാന്തരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ലേവ്യ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൽ when one of them dies and falls on something, ഒരാൾ മരിച്ച് എന്തിൻ്റെയെങ്കിലും പുറത്ത് വീഴുകയാണെങ്കിൽ എന്തിൻ്റെ പുറത്താണോ വീണത് ആ വസ്തു അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന വസ്തുക്കൾ വിൽ ബി അൺക്ലീൻ, അത് അശുദ്ധമായിരിക്കും. ഓക്കെ, അതൊരു പക്ഷേ തടി കൊണ്ടുണ്ടാക്കിയതായാലും തുണി കൊണ്ടുണ്ടാക്കിയതായാലും ചണം കൊണ്ടുണ്ടാക്കിയതായാലും എല്ലാം അശുദ്ധമായി കണക്കാക്കണം. that should be put in water, അതിനെ വെള്ളത്തിലിട്ട് വെക്കണം. അത് വൈകുന്നേരം വരെ വെള്ളത്തിൽ കിടന്ന് ശുദ്ധീകരണം പ്രാപിക്കണം. അതിനുശേഷം അത് ശുദ്ധമാകും. ഇങ്ങനെയുള്ള ചില റിച്വൽ ക്ലെൻസിങ്സ് ദൈവം പഴയ നിയമ കാലഘട്ടത്തിൽ ന്യായപ്രമാണത്തിൻ്റെ ഭാഗമായി ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരുന്നു. അതായത് ശുദ്ധീകരണത്തെക്കുറിച്ചൊരു ബോധ്യം അവരുടെ മനസ്സിലുണ്ടാകുവാനാണ് ദൈവം ശുദ്ധീകരണ നിയമങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലേവ്യ പുസ്തകം 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഒരു മനുഷ്യൻ അവൻ്റെ ശരീരത്തിൽ നിന്നും എന്തെങ്കിലും സ്രവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുഖാന്തരം അവൻ 7 ദിവസം സെറിമോണിയൽ ക്ലീൻസിങ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണത്തിൻ്റെ ഒരു ആചാരം അവനുണ്ടായിരിക്കണം. അതായത് അവനവൻ്റെ തുണികൾ കഴുകണം, അവൻ ഫ്രഷ് വാട്ടറിൽ അവനെ തന്നെ വാഷ് ചെയ്യണം, കഴുകണം, എന്നാൽ അവൻ ശുദ്ധനായി തീരും എന്നുള്ളതാണ് ആ ഒരു നിയമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സംഖ്യാപുസ്തകം നമ്പേഴ്സ് 19-17 മുതൽ 19 വരെയുള്ള വാക്യത്തിൽ for the unclean person put some ashes from the burnt purification offering into a jar and pour fresh water over them. Then a man who is ceremonially clean is to take some hyssop, dip it into water and sprinkle the tent and all the furnishings and the people who are there. On the 3rd and 7th days the person who is unclean must sprinkle themselves with the water and so be cleansed. ഇവിടെയും ഒരു ശുദ്ധീകരണം നടത്തുവാനായിട്ടുള്ള ഒരു പ്രത്യേക കാര്യത്തെ കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് 7 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അശുദ്ധരായിരിക്കുകയും അവർ ആ ശുദ്ധീകരണ നിയമങ്ങൾ പാലിക്കുകയും ചെയ്തുകൊണ്ട് അതിനുശേഷം അവർ ആ ജലം അവരുടെ മേൽ തളിച്ചുകൊണ്ട് അവർ ശുദ്ധീകരിക്കപ്പെട്ടതായി കണക്കാക്കി പുറത്തു വരികയും ചെയ്യണം. ഇങ്ങനെ ശുദ്ധീകരണ നിയമങ്ങൾ പലതും പല സന്ദർഭങ്ങളിൽ പഴയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രവചന പുസ്തകത്തിൽ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ ഐ വിൽ സ്പ്രിങ്കിൾ ക്ലീൻ വാട്ടർ ഓൺ യു, ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും എന്ന് പറഞ്ഞാൽ ദൈവജനം അവർ അശുദ്ധരായി മാറി അവരെ ദൈവം ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ നടത്തും എന്നുള്ളതാണ് പ്രവാചകന്മാർ മുഖാന്തരം കർത്താവ് പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ വാഷ് ആൻഡ് മേക്ക് യുവർ സെൽഫ് ക്ലീൻ, നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരിപ്പിൻ എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ ഒരു കഴുകൽ ശുദ്ധീകരണത്തിനായിട്ടുള്ളതാണ്, കഴുകൽ വിശുദ്ധീകരണത്തിനുള്ളതായിട്ടുള്ളതാണ്. മാലിന്യങ്ങൾ മാറ്റുവാൻ, അശുദ്ധി മാറ്റുവാൻ ഒരു കഴുകലിൻ്റെ ആവശ്യമുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ അത് പുറമേയുള്ള ശരീരത്തിൻ്റെ കഴുകലിനെ തന്നെയും അവർക്ക് നൽകുമ്പോൾ അത് മുഖാന്തരം ഒരു ശുദ്ധീകരണ ബോധ്യത്തെ കർത്താവ് അവർക്ക് കൊടുത്തിരിക്കുകയാണ്.
അങ്ങനെ ശുദ്ധീകരണത്തിൻ്റെ നിയമങ്ങൾ ന്യായപ്രമാണത്തിലുണ്ടായിരുന്നു. ശുദ്ധീകരണം അവർ ആചരിക്കേണ്ടതുണ്ടായിരുന്നു. പലതരത്തിലുള്ള ശുദ്ധീകരണ രീതികൾ അവർ പാലിച്ചു പോന്നു. യഹൂദന്മാർ അവർ വീടിന് പുറത്തു പോയി വരുമ്പോൾ അവിടെ കൈകാലുകൾ കഴുകിയിട്ട് മാത്രമേ അവർ വീടിനുള്ളിൽ കയറുകയുള്ളൂ. അതുപോലെ തന്നെ ദേവാലയത്തിനകത്ത് കയറുന്നതിന് മുൻപും അവർ അവരുടെ കൈകാലുകൾ കഴുകുവാൻ അവിടെ കൽപ്പാത്രങ്ങളിൽ വെള്ളം വെച്ചിട്ടുണ്ടാകും. അവർ കഴുകിയതിന് ശേഷം മാത്രമേ ഉള്ളിൽ കയറുവാൻ പാടുള്ളൂ. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു ശുദ്ധീകരണം അതൊരു സിംബോളിക് ആക്ഷൻ ആയാൽ പോലും, പ്രതീകാത്മകമായുള്ള ഒരു പ്രവൃത്തി ആയാൽ പോലും അത് ദൈവജനം ചെയ്തു തന്നെ ശുദ്ധീകരണത്തിലേക്ക് വരണം എന്നുള്ളതാണ്. എന്നാൽ പുതിയ നിയമത്തിൽ യേശു കർത്താവിൻ്റെ മുൻഗാമിയായി വന്ന യോഹന്നാൻ സ്നാപകൻ മാനസാന്തര സ്നാനം എന്നൊരു കാര്യത്തെ ആ പ്രവാചകൻ പരിചയപ്പെടുത്തുകയാണ്. ആ മാനസാന്തര സ്നാനം എന്നുള്ളത് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് അവർ ദൈവത്തിൻ്റെ മുന്നിൽ സറണ്ടർ ആകുവാനും കീഴ്പ്പെടുവാനും അവരുടെ ജീവിതത്തിൽ അവരൊരു മാറ്റത്തെ കൊണ്ടുവരുവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു മാനസാന്തര സ്നാനത്തെ അവർക്കായി കൊടുത്തത്. യേശുവിന് മുന്നായി വഴിയൊരുക്കുന്ന യോഹന്നാൻ സ്നാപകൻ മാനസാന്തര സ്നാനം അവരോട് പ്രസംഗിക്കുമ്പോൾ അവരോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. മത്തായി സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ നമുക്ക് കാണാം. റിപ്പൻ ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ് ഹാസ് കം നിയർ. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് അവരോട് വിളിച്ചു പറയുന്നത്. അപ്പോൾ മാനസാന്തരത്തിൻ്റെ ഒരു സ്നാനമാണ് യോഹന്നാൻ സ്നാപകൻ ആ കാലഘട്ടത്തിൽ യഹൂദിയയിൽ യോർദാൻ നദിയിൽ കൊടുത്തുകൊണ്ടിരുന്നത്. അവർക്കെല്ലാവർക്കും ന്യായപ്രമാണം അറിയാം, ദൈവത്തെ അറിയാം, വിശ്വാസമുണ്ട്, ദൈവത്തോട് ബഹുമാനമുണ്ട്, ഭക്തിയുണ്ട്. പക്ഷേ അവർ ദൈവത്തെ വിട്ട് അകന്നുപോയി എന്ന സാഹചര്യത്തിൽ ദൈവത്തോട് കൂടെ അധികം അടുത്തു വരുവാണ്ടൊക്കെ വേണം അവരുടെ പാപജീവിതത്തിൽ നിന്നും ഒരു വിശുദ്ധീകരണം നടക്കുവാൻ വേണ്ടി പ്രതീകാത്മകമായി പ്രവാചകൻ തന്നെ യോർദാൻ നദിയിൽ അവരെ മുക്കി സ്നാനം കൊടുത്ത് അവരെ പുറത്തു കൊണ്ടുവരുന്നു. എന്നിട്ട് ഇനി മുതൽ നിങ്ങൾ ഫ്രഷാണ്, നിങ്ങളിലുള്ള പഴയ പാപങ്ങളെല്ലാം കഴിഞ്ഞുപോയി, ആ പഴയ പാപങ്ങൾ ഉപേക്ഷിച്ച തീരുമാനത്തോടെയാണ് അവർ സ്നാനം സ്വീകരിക്കുവാൻ വരേണ്ടത്. ഇനി പുതിയ മനസാക്ഷിയോടുകൂടെ ഞാനിനി ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ മുന്നിൽ വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന ബോധ്യത്തോടുകൂടെ ജീവിക്കണം എന്ന ഒരു ബോധമാണ് യോഹന്നാൻ സ്നാപകൻ അവർക്ക് കൊടുത്തത്. അനേകർ യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗം കേട്ടു, കുറ്റബോധമുണ്ടായി, പാപബോധമുണ്ടായി, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു. അവർ ആ സ്നാനത്തിൻ്റെ പ്രക്രിയയിലൂടെ കടന്നുപോയി. അങ്ങനെ ഒരു വിശുദ്ധീകരണം ആ പ്രവാചകന്മാർ മുഖാന്തരം അക്കാലത്തെ ജനങ്ങൾക്കുണ്ടായി. എന്നാൽ യേശു കർത്താവ് പോലും അതേ യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനം സ്വീകരിപ്പാൻ വരുന്നതിലൂടെയാണ് രംഗം മാറുന്നത്. അതായത് യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ സ്നാനം സ്വീകരിക്കുവാൻ വരുമ്പോൾ മത്തായി 3-ാം വാക്യത്തിൽ നോക്കിയാൽ കൺഫസിങ് ദെയർ സിൻസ് ദേ വർ ബാപ്റ്റൈസ്ഡ് ബൈ ഹിം ഇൻ ദ ജോർദാൻ റിവർ. അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് അവർ സ്നാനം സ്വീകരിക്കുന്നത്. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ അനേകർ യോഹന്നാൻ്റെ സ്നാനം സ്വീകരിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം അവർ യേശുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ യേശുവിൻ്റെ സ്നാനം യോഹന്നാൻ്റെ സ്നാനത്തിൽ നിന്നും വ്യത്യാസമുള്ളതാണ്. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കൊടുത്തു. എന്നാൽ യോഹന്നാൻ സ്നാപകൻ തന്നെ യേശുവിൻ്റെ സ്നാനത്തെക്കുറിച്ച് പറയുകയാണ്. മത്തായി സുവിശേഷം 3-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് സ്നാനം തരുന്നു, എന്നാൽ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്നാനം കൊടുക്കുവാൻ അധികാരത്തോടുകൂടെ യേശു കർത്താവ് വരികയാണെന്ന് പ്രവചനാത്മാവിൽ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറയുകയുണ്ടായി. യോഹന്നാൻ വീണ്ടും പറഞ്ഞു, മർക്കോസ് 1:7 മുതൽ 8 വരെ യോഹന്നാൻ വീണ്ടും പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ബലവാനാണ്, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് വിളിച്ചു പറയുകയുണ്ടായി. ഓക്കെ, അതിനുശേഷം യേശു കർത്താവ് തന്നെയും സ്നാനം സ്വീകരിപ്പാൻ വരികയാണ്. യേശു കർത്താവ് സ്നാനം സ്വീകരിപ്പാൻ വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ആ സ്നാനത്തെ തടയുകയാണ്. സ്നാനത്തെ തടഞ്ഞുകൊണ്ട് പറയുകയാണ്, അങ്ങാണ് എനിക്ക് സ്നാനം തരേണ്ടത്, അങ്ങയ്ക്ക് സ്നാനം ആവശ്യമില്ല എന്നാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്. അപ്പോൾ യേശു കർത്താവ് തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, നിന്നാൽ ഇപ്പോൾ സമ്മതിക്കുക, ഈ സ്നാനം നീ സമ്മതിക്കണം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം തന്നെ എന്ന് വിളിച്ചു പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് യേശു കർത്താവിൻ്റെ സ്നാനത്തെക്കുറിച്ച് ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ എന്താണ് സ്നാനം എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ചിന്തിച്ചത്. സ്നാനത്തിൻ്റെ അർത്ഥം ടു ഡിപ്പ്, ടു ഇമ്മേഴ്സ്, മൂழ்കുക എന്നുള്ളതാണ്. പാപബോധത്തോടു കൂടെയാണ് സ്നാനം എടുക്കേണ്ടത്. ഒരു
പഴയ ജീവിതത്തെ അവസാനിപ്പിച്ച് പുതിയ ജീവിതത്തെ ആരംഭിക്കുവാനാണ് സ്നാനത്തിൻ്റെ ആവശ്യം. പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ ശുദ്ധീകരണത്തിൻ്റെ ചില ആചാരങ്ങളെ കർത്താവ് അവർക്ക് കൊടുത്തിരുന്നു. യോഹന്നാൻ സ്നാപകൻ പോലും അവരെ ശുദ്ധീകരിച്ച് ഒരു പുതുതാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായി സ്നാനങ്ങൾ കൊടുത്തു. എന്നാൽ യേശു പോലും യോഹന്നാൻ്റെ സ്നാനം സ്വീകരിപ്പാൻ വരുന്നു. യേശു യോഹന്നാൻ്റെ സ്നാനം സ്വീകരിക്കുമ്പോൾ എന്താണ് അവിടുത്തെ സംഭവങ്ങൾ, എന്താണ് ആ സ്നാനത്തിലുള്ള അവസ്ഥ, എങ്ങനെയാണ് ഈ സ്നാനം ദൈവത്താൽ ആധികാരികമായി മാറുന്നത്, നമുക്കെല്ലാവർക്കും അത് അംഗീകരിക്കപ്പെട്ടതായി മാറുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് തുടർന്നുള്ള വീഡിയോയിൽ നാം നോക്കുവാൻ പോകുന്നത്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.